ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് സൈക്ലോൺസിനെ കുറിച്ചിട്ടാണ്. നമ്മളുടെ മോന്ത എന്ന് പറയുന്ന ഒരു സൈക്ലോൺ നമ്മളുടെ ആന്ധ്രാപ്രദേശ് റീജിയനുകളിൽ ഹിറ്റ് ചെയ്യാനായിട്ട് ഇന്ന് തീരം തൊടാനായിട്ട് സാധ്യതകളുണ്ട്. ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരങ്ങളിലൊക്കെ ആയിട്ട് ഹൈ ജാഗ്രതയാണ്. എന്താണ് ഡിസാസ്റ്റർ റിസൈലന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ അവസരത്തിൽ UPSC പെർസ്പെക്റ്റീവില് സൈക്ലോൺസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഈ സൈക്ലോണിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്താനായിട്ട് പോകുന്നത്. എന്താണ് സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ലോ പ്രഷർ, നിങ്ങൾ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെന്ററിലുള്ള ലോ പ്രഷർ, എനിക്ക് ഇവിടെ റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അതിന്റെ ഒരു പരിമിതി ഉണ്ട്. സോ സെൻട്രൽ ലോ പ്രഷർ സറൗണ്ടിങ് ഹൈ പ്രഷർ ആയിരിക്കും. സോ അങ്ങനെയുള്ള ഡിപ്രഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈക്ലോൺസുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിലും സൈക്ലോൺസുകൾ ഉണ്ടാകാം, സദേൺ ഹെമിസ്ഫിയറിലും സൈക്ലോൺസുകൾ ഉണ്ടാകാം. സോ ഈ കൊടുങ്കാറ്റുകൾ അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലൈമറ്റ് സെറ്റ് ആയിരിക്കണം. ഓക്കെ, ക്ലൈമറ്റിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സുകൾ നമ്മൾ പാലിച്ചാൽ മാത്രമാണ് സൈക്ലോൺസുകൾ ഫോം ചെയ്യുക. ഓക്കെ, സോ സൈക്ലോൺസ് എന്താണ്? ഒരു സെൻട്രൽ ലോ പ്രഷർ ആയിരിക്കും. അതായത് സൈക്ലോൺസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് മഴമേഘങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ നടുക്ക് ലോ പ്രഷറും സറൗണ്ടിങ് ഹൈ പ്രഷേഴ്സുമാണ്. ഓക്കെ, എങ്കിൽ എന്റെ ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് കാറ്റ് വീശുന്നത് അല്ലെങ്കിൽ കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിൻഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിൻഡ് വീശുന്നത് നോർമലി ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്കാണല്ലോ. ബേസിക് ക്ലിയർ ആണോ? ഹൈ പ്രഷർ റീജിയനിൽ നിന്നാണ് ലോ പ്രഷർ റീജിയനിലേക്ക് വിൻഡ് വീശുന്നത്, കാറ്റ് വീശുന്നത്. സോ സൈക്ലോൺ ഉണ്ടായി കഴിയുമ്പോൾ സൈക്ലോണിന്റെ സെന്ററിൽ ഒരു ലോ പ്രഷർ റീജിയൻ ഉണ്ട്, ചുറ്റും ഹൈ പ്രഷർ റീജിയൻ ഉണ്ട്. ഇവിടെ നിന്ന് എന്ത് പറ്റും? ഈ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് കാറ്റുകൾ വീശാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ എയർ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, എയർ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിന് നമ്മൾ നോർമലി വിൻഡ് എന്നാ പറയുന്നത്. സോ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് വിൻഡ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ വിൻഡിന്റെ ശക്തി, വേഗത നമ്മളുടെ സൈക്ലോണിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട്, എയർ കണ്ടീഷൻ അനുസരിച്ചിട്ട്, ക്ലൈമറ്റിനനുസരിച്ചിട്ട് വലുതാകും, ചെറുതാകും. ഇതിനെയാണ് നമ്മൾ സൈക്ലോണുകൾ എന്ന് വിളിക്കുന്നത്. സോ ലോ പ്രഷർ റീജിയൻ സറൗണ്ടിങ് ഹൈ പ്രഷർ റീജിയൻ. ഈ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് വിൻഡ് എങ്ങടേക്ക് ഫ്ലോ ചെയ്യും? ലോ പ്രഷർ റീജിയനിലേക്ക്, അതായത് സെന്ററിലേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, മേജർലി രണ്ട് തരത്തിലുള്ള സൈക്ലോണുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ട്രോപ്പിക്കൽ സൈക്ലോണുകൾ, രണ്ടാമത്തത് ടെമ്പറേറ്റ് സൈക്ലോണുകൾ അല്ലെങ്കിൽ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ. എന്താണ് ട്രോപ്പിക്കൽ സൈക്ലോണുകൾ, എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ? ഓക്കെ, ഇതിനു മുൻപ് സൈക്ലോണിന്റെ ഒരു മൂവ്മെന്റ് എങ്ങനെയാണെന്ന് പറയണം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോൺ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും കറങ്ങുക. എന്തുകൊണ്ട് ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്ന? ഇയാൾക്ക് ക്ലോക്ക് വൈസിൽ കറങ്ങിക്കൂടെ? ഇല്ല സാർ, ഞങ്ങൾ ആന്റി ക്ലോക്ക് വൈസിലേ കറങ്ങുള്ളൂ. എന്താ അങ്ങനെ പറയാനായിട്ട് കാരണം? അതായത് ഫെറൽസ് എന്ന് പറയുന്ന ഒരാള്, കേട്ടിരുന്നാൽ മതി, ഫെറൽസ് എന്ന് പറയുന്ന ആള് ഒരു ഫെറൽസ് ലോ ഓഫ് അപ്പാരന്റ് മോഷൻ കണ്ടുപിടിച്ചു. അതായത് ഒരു വിൻഡ് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കാണെങ്കിൽ, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് പോകുന്ന ഒരു എയറിന്റെ സർക്കുലേഷനെ ആണല്ലോ നമ്മൾ വിൻഡ് എന്ന് വിളിക്കുന്നത്. ഈ വിൻഡ് നോർത്തേൺ ഹെമിസ്ഫിയർ, നമ്മളുടെ ഭൂമിയുടെ മുകളിലത്തെ ഹെമിസ്ഫിയറിലാണെങ്കിൽ എങ്ങടേക്ക് ഡിഫ്ലക്ട് ചെയ്യും? റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദ റൈറ്റ്. ഓക്കെ, ദെൻ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഫെറൽസ് ലോ ഓഫ് അപ്പാരന്റ് മോഷൻ പ്രകാരം എന്താണ് അത്? എങ്ങടാണ്? അതും റൈറ്റ് സൈഡിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷേ എങ്ങടാണ്? താഴെ നിന്ന് മുകളിലേക്ക്. വിച്ച് മീൻസ് സദേൺ ഹെമിസ്ഫിയറിന്റെ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഓട്ടോമാറ്റിക്കലി വിൻഡ് പോവുക. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, സോ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ റൈറ്റ് സൈഡിലേക്കായിരിക്കും വിൻഡ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. കൊറിയോളിസിസ് ഫോഴ്സിന്റെ സഹായമുണ്ട്, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങളുടെ സഹായമുണ്ട്. അതുകൊണ്ട് റൈറ്റ് സൈഡിലേക്കായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. ദെൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇന്ത്യയിലേക്ക് ഒരു സൈക്ലോൺ വരികയാണെന്ന് വിചാരിക്കുക.
സെൻട്രൽ ലോ പ്രഷർ, സറൗണ്ടിങ് ഹൈ പ്രഷർ വരികയാണ്. ഈ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് കാറ്റ് പോകും. കാറ്റ് എന്ത് ചെയ്യും? റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, കാറ്റ് എങ്ങടേക്ക് ഡിഫ്ലക്ട് ചെയ്യും? റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. വീണ്ടും ഒരു ലോ പ്രഷർ ഹൈ പ്രഷർ സോൺ ഉണ്ടാകും. അവിടെ നിന്ന് വീണ്ടും ലോ പ്രഷർ സെന്ററിലേക്ക് വീണ്ടും ഡിഫ്ലക്ട് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സർക്കിളിൽ, അതായത് സെൻട്രൽ ലോ പ്രഷർ, സറൗണ്ടിങ് ഹൈ പ്രഷർ ഉള്ള സർക്കിളുകളിൽ ചുറ്റും എങ്ങടായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വിൻഡ് സറൗണ്ട് ചെയ്യുക. എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വിൻഡ് സറൗണ്ട് ചെയ്യുക. ദെൻ നമ്മളുടെ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഇറ്റ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വിൻഡ് സറൗണ്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സംശയം വരാം. സംശയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ പടം വരയ്ക്കണം. എങ്ങനെ? ഒരു ലോ പ്രഷർ സെന്ററിലും സറൗണ്ടിങ് ആയിട്ട് ഹൈ പ്രഷറിൽ. എനിക്ക് ഇവിടെ വരയ്ക്കാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരച്ച് കാണിച്ചാനേ. എന്റെ ലാപ്പില് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ പടം വരയ്ക്കണം. ഒരു ലോ പ്രഷർ സോൺ സെന്ററിലും അതിന്റെ ചുറ്റും ഹൈ പ്രഷർ സോൺ വരയ്ക്കണം. നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. സോ റൈറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് റൈറ്റിലേക്ക് വര വരച്ച് നോക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വരച്ച് നോക്കുക. സോ സൈക്ലോണിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ എന്ന് നമ്മൾ പഠിച്ചു. ഇനി രണ്ട് തരം സൈക്ലോണുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? ട്രോപ്പിക്കൽ സൈക്ലോൺ, എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോന്ത സൈക്ലോൺ പോലെ ഇന്ത്യൻ തീരങ്ങളിലും അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റീജിയൻസിന് മുകളിലായിട്ടുള്ള റീജിയനുകളിൽ, ഇക്വറ്റോറിയൽ റീജിയനുകളിൽ സൈക്ലോൺസുകൾ ഒരിക്കലും വരില്ല. കാരണം എന്താ? കൊറിയോളിസിസ് ഫോഴ്സ് 0 ആണ്. പ്രിലിംസിന്റെ ചോദ്യം, PTS നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചോദ്യം എന്താണ്? കൊറിയോളിസിസ് ഫോഴ്സ് 0 ആയ സ്ഥലത്ത് സൈക്ലോൺസ് വരില്ല. ദെൻ അതുകൊണ്ടാണ് നമ്മളുടെ ഇക്വറ്റോറിയൽ റീജിയനിൽ, നമ്മളുടെ ഇക്വേറ്ററിനോട് ചേർന്ന വരയുടെ കീഴത്ത് ഒരു സൈക്ലോണും ഇല്ല. അതിന് മുകളിലായിട്ടുള്ള റീജിയനുകളിലെയാണ് നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ഫോം ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ട്രോപ്പിക്കൽ സൈക്ലോണിന് പ്രത്യേകതയുണ്ട്. എന്താണ്? ഒരു ഹീറ്റ് കണ്ടീഷൻ അവർക്ക് വേണം. എന്ത് വേണം? ഒരു ഹീറ്റ് കണ്ടീഷൻ. 27 ഡിഗ്രി ചൂടുണ്ടായിരിക്കണം. ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. അതായത് നമ്മളുടെ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ആലോചിക്കുക. ഇന്ത്യയിലൊക്കെ പെയ്യുന്ന സൈക്ലോണുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ വീശിയടിക്കുന്ന സൈക്ലോണുകൾ, ഇതിനെന്താ പ്രത്യേകത? ഇത് ഫോം ചെയ്യണമെങ്കിൽ 27 ഡിഗ്രി എന്തുണ്ടാകണം? ടെമ്പറേച്ചർ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, വിൻഡ് ഷിയറിങ് കുറവായിരിക്കണം. സ്റ്റേബിൾ വിൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. എന്താണ്? സ്റ്റേബിൾ വിൻഡ് കണ്ടീഷൻസ് ഓർ ദ വിൻഡ് ഷിയറിങ് ഷുഡ് ബി മിനിമം. അതിനൊരു എക്സാമ്പിൾ പറയാമോ? ഇതിന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇന്ത്യയിൽ സൈക്ലോണുകൾ ഉണ്ടാകാത്തത്. നിങ്ങളിപ്പോ പത്രങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ, പണ്ട് തുടങ്ങി പത്രങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ, സൈക്ലോൺസുകൾ ഫോം ചെയ്യുന്നത് നോർമലി ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ്, ജാനുവരി മാസങ്ങൾ. പക്ഷേ നമുക്ക് ഒരുപാട് മഴ പെയ്യുന്ന ജൂൺ ജൂലൈ മാസങ്ങളുണ്ട്, ഇല്ലേ? ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളുണ്ട്. ഈ മാസങ്ങളിലൊന്നും സൈക്ലോണുകളുടെ പേര് നമ്മൾ അധികം കേട്ടിട്ടില്ല. എന്തുകൊണ്ടാ കാരണം? ഒന്നാമത് മഴ പെയ്യുന്നു, വാം ടെമ്പറേച്ചർ ഇല്ല, വിച്ച് മീൻസ് 27 ഡിഗ്രിയിൽ താഴെയാണ് നമ്മളുടെ ടെമ്പറേച്ചർ വരുന്നത്. രണ്ടാമത്തെ കാര്യം, വിൻഡ് ഷിയറിംഗ് കൂടുതലാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക, വിൻഡ് ഷിയറിംഗ് കൂടുതലാണ്. വിൻഡ് ഷിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിൻഡ് ഷിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വിൻഡ് സ്ട്രക്ചർ ഇല്ല. വിച്ച് മീൻസ് ഒരു സൈക്ലോൺ ഫോം ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ബേ ഓഫ് ബംഗാളിൽ ഒരു സൈക്ലോൺ ഫോം ചെയ്തിരിക്കുകയാണ്. ഇത് ഫോം ചെയ്യുന്ന അപ്പാടെ തന്നെ അതിന് ചുറ്റും വേറെ വിൻഡുകൾ ഉണ്ടാകുമല്ലോ, ഇതിനെ അതങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ച് അങ്ങോട്ട് കളയും. സോ വിൻഡ് ഷിയറിംഗ് കൂടുതലായിരിക്കും. ആ സമയത്ത് എന്ത് ഫോം ചെയ്യില്ല? സൈക്ലോൺസുകൾ ഫോം ചെയ്യില്ല. സോ വിൻഡ് ഷിയറിംഗ് ഷുഡ് ബി മിനിമം, അല്ലെങ്കിൽ സ്റ്റേബിൾ വിൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. ദെൻ ഓഫ് കോഴ്സ് കൊറിയോളിസിസ് ഫോഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഓഫ് കോഴ്സ് എന്തുണ്ടായിരിക്കണം? കൊറിയോളിസിസ് ഫോഴ്സ് ഉണ്ടായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും സൈക്ലോണിനെ അഫക്ട് ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ്. ഒന്ന് 27 ഡിഗ്രി ടെമ്പറേച്ചർ. ഏത് സൈക്ലോണിനെ? നമ്മളുടെ ട്രോപ്പിക്കൽ സൈക്ലോണിനെ. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റും ഇന്ത്യയെ പറ്റി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇക്വേറ്ററിന് മുകളിലുള്ള ട്രോപ്പിക്കൽ റീജിയനുകളിൽ വരുന്ന സൈക്ലോൺസിനാണ്. ഓക്കെ, സോ വിൻഡ് ഷിയറിംഗ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം, മറക്കരുതേ. സോ ഈ മൂന്ന് കാര്യങ്ങളും ലാസ്റ്റ് 2 പോയിന്റ് വിട്ടേക്കുക. അതായത് ഒരു ഇനീഷ്യൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കണം, അപ്പർ ലെവൽ ഡൈവേർജൻസ് ഉണ്ടായിരിക്കണം, വിട്ടേക്കുക.
ഓക്കെ, സോ 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കുക. ദെൻ നമ്മളുടെ സൈക്ലോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒഡീഷയിൽ സൈക്ലോൺ അടിച്ചിട്ടുണ്ട്, പല ഭാഗങ്ങളിലും ബേ ഓഫ് ബംഗാളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അറേബ്യൻ സീയിൽ നിന്ന് ഒരു സൈക്ലോണുകൾ ഉണ്ടാകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കൊച്ചി തീരത്തെ ആക്രമിച്ച സൈക്ലോൺ ഇതാ വരുന്നു. കൊച്ചി തീരത്തെ ഒന്നും അങ്ങനെ വലിയ സൈക്ലോണുകളൊന്നും ആക്രമിച്ചിട്ടില്ല. ഓക്കെ, എന്താ കാരണം? അത് ഈ വാട്ടറിന്റെ, ഓഷ്യന്റെ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ബേ ഓഫ് ബംഗാളാണ് കുറച്ചും കൂടി ചൂട് കൂടുതൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഹയർ ടെമ്പറേച്ചറിലുള്ളത് നമ്മളുടെ ഈ ബേ ഓഫ് ബംഗാളാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ബേ ഓഫ് ബംഗാൾ റീജിയനുകളിൽ എന്ത് സൈക്ലോൺസ് കൂടാനായിട്ടുള്ള കാരണം. രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു മാസത്തേക്ക് സൈക്ലോൺ വരുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മോന്ത സൈക്ലോൺ ഒരു മാസത്തേക്ക് ഇന്ത്യൻ തീരങ്ങളിലൂടെ ചുറ്റിക്കറങ്ങി നടക്കും. അങ്ങനെ ഒരു പത്രവാർത്ത ആരും കേട്ടിട്ടില്ലല്ലോ? ഇല്ല. കൂടിപ്പോയാൽ 2 ദിവസം. വെനെവർ ഇറ്റ് ഹിറ്റ്സ് ഓൺ ദ ലാൻഡിൽ ചെന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് സൈക്ലോൺസ് തീർന്നു. ഏത്? ട്രോപ്പിക്കൽ സൈക്ലോൺസ് തീർന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ട്രോപ്പിക്കൽ സൈക്ലോൺസ് തീർന്നു. സോ ഇതിനെന്താണ്? ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമുള്ള ഒരു ചെറിയ ഓഫറാണ് നമ്മളുടെ ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ. ഓക്കെ, ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്. കുറച്ച് നേരത്തേക്ക് ലാൻഡിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പവർ പോകും. ഓക്കെ, സോ ട്രോപ്പിക്കൽ സൈക്ലോൺ മനസ്സിലായല്ലോ? നമ്മളുടെ ചുറ്റുമുള്ള സൈക്ലോൺ. ഓക്കെ, സോ നമ്മളുടെ ചുറ്റും എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു എക്സാമ്പിൾ എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ മറന്നു പോകും. നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ മറന്നു പോകും. സോ നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സൈക്ലോൺ ആണ്, അല്ലെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ മോന്ത എന്ന് പറയുന്ന സൈക്ലോൺ എടുക്കുക. മോന്ത സൈക്ലോൺ എന്നാ വന്നേ? ഒക്ടോബർ മാസത്തിലാണ്. എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ വരാത്തത് എന്താണ്? വിൻഡ് ഷിയറിംഗ് ജൂൺ ജൂലൈ മാസങ്ങളിൽ കൂടുതലാണ്. ഏത് വിൻഡ്? മൺസൂൺ വിൻഡ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഒരു സൈക്ലോൺ വരുമോ? ഇല്ല. ദെൻ വാം കണ്ടീഷൻ ഇല്ല, രണ്ടാമത്തെ കാര്യം പഠിച്ചു. ദെൻ കൊറിയോളിസിസ് ഫോഴ്സ് ഇതിനെ അഫക്ട് ചെയ്യുന്ന മൂന്നാമത്തെ കണ്ടീഷൻ പഠിച്ചു. ഓക്കെ, ദെൻ ഇത് കുറച്ച് നാളത്തേക്ക് മാത്രം നിൽക്കുകയുള്ളൂ. ദെൻ വേറെ എന്താണ്? വേറെ കുറച്ച് നാളത്തേക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ. ദെൻ ലാൻഡിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡെഡ് ആവും, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റഡ് ആയി പോകും. ഇതിനെയാണ് ട്രോപ്പിക്കൽ സൈക്ലോണുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ. ട്രോപ്പിക്കൽ അല്ല, അതിന് മുകളിലുള്ള, വിച്ച് ഈസ് ടെമ്പറേറ്റ് സൈക്ലോണുകൾ. ടെമ്പറേറ്റ് സൈക്ലോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടൽ ഒറിജിൻ ആണ്. ഫ്രണ്ടൽ ഒറിജിൻ ആണെന്ന് മാത്രം ആലോചിച്ചിരിക്കുക. അതിലേക്ക് ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. എയർ മാസ് തിയറി നമ്മൾ പറയണം. അത് പറയണമെങ്കിൽ ദെൻ എയർ മാസുകൾ എങ്ങനെയാണ് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, 2 എയർ മാസുകൾക്കിടയിലുള്ള ഗ്യാപ്പിനെയാണ്, അല്ലെങ്കിൽ 2 എയർ മാസുകൾക്കിടയിലുള്ള ബോർഡേഴ്സിനെയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രണ്ടിയർ ഇൻ ദ ഫ്രണ്ട്, അല്ലെങ്കിൽ ബോർഡേഴ്സിന്റെ ബോർഡർ, അല്ലെങ്കിൽ ഫ്രണ്ട്. ഓക്കെ, സോ ഈ ഫ്രണ്ടുകൾ തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം കോൾഡ് എയർ മാസ് ആയിരിക്കാം, അല്ലെങ്കിൽ വാം എയർ മാസ് ആയിരിക്കും. ഇങ്ങനെ ഫ്രണ്ടുകൾ തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോൾ കോൾഡ് ഫ്രണ്ടും വാം ഫ്രണ്ടും ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഫ്രണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, സോ അങ്ങനെ ഈ ഫ്രണ്ടൽ ഒറിജിനിൽ വരുന്ന ഒരു സൈക്ലോൺ ആണ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയാം. വേറൊരു ഡിസ്കഷനിൽ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഡിസ്കഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ വലിയ ഡിസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്യില്ല നമ്മളുടെ ട്രോപ്പിക്കൽ സൈക്ലോൺ പോലെ. ദെൻ ഇതെന്താണ്? ഇതിന് വലിപ്പം കൂടുതലായിരിക്കും. എന്തിന്? എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണിന്. പക്ഷേ ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ ഡിസ്ട്രക്ഷൻസ് കുറവായിരിക്കും. ഇന്ത്യയിലൊക്കെ വരുന്നതാണെങ്കിൽ വലിപ്പം കുറവായിരിക്കും, അല്ലെങ്കിൽ സൈസ് കുറവായിരിക്കും, പക്ഷേ ഒരുപാട് ഡിസ്ട്രക്ഷൻസ് കൂടുതലായിരിക്കും. ദെൻ ഇത് ഒരുപാട് കാലം നിൽക്കും. അതായത് നമ്മുടെ ഓസ്ട്രേലിയ അല്ല, നമ്മുടെ USA അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്ന സൈക്ലോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരുപാട് കാലം നിൽക്കും. അതായത് ഒരു 2 ആഴ്ച 3 ആഴ്ച സൈക്ലോണുകളൊക്കെ ഉണ്ടാവും. അവിടെ സൈക്ലോണിനെ നിരീക്ഷിക്കുക, അല്ലെങ്കിൽ സൈക്ലോണിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അവിടുത്തെ ഒരു ഹോബിയാണ് ആളുകളുടെ. ഓക്കെ, നമ്മൾ കാറുകളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കാർ ചേസ് ചെയ്യുന്ന പോലെ അവിടെ ആളുകൾ സൈക്ലോൺസ് വന്നു കഴിയുമ്പോൾ സൈക്ലോണിന്റെ പുറകെ കാർ എടുത്തുകൊണ്ട് പോകും. അതൊരു ഹോബിയാണ് അവിടെ. ഓക്കെ, സോ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ലാൻഡിലും സീയിലും ഉണ്ടാകും. എവിടെ? ഫോംസ് ഇൻ ലാൻഡ് ആൻഡ് സീ. ആര്? എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ്. എന്നാൽ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന സൈക്ലോണുകൾ എവിടെ മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ? നമ്മളുടെ സീയിൽ മാത്രം. നിങ്ങൾ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് ഒരു സൈക്ലോൺ പുറപ്പെട്ടു എന്ന് എവിടെയെങ്കിലും പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ലാൻഡിൽ ക്രിയേറ്റ് ചെയ്യില്ല. സീയിൽ മാത്രമാണ്, അതായത് കടലിൽ മാത്രമാണ് ഈ സൈക്ലോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്.
എന്നാൽ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് വിച്ച് മീൻസ് നമ്മളുടെ ഫ്രണ്ടൽ ഒറിജിൻ ആയിട്ടുള്ള സൈക്ലോൺസ് എവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു? ലാൻഡിലും സീയിലും ഒരുപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ബേസ് ക്ലിയർ ആയോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് സൈക്ലോൺസ്? ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും ചില കുട്ടികൾ സെൽഫ് സ്റ്റഡി പഠിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഈ സൈക്ലോൺസിനെ ഒന്ന് ബ്രീഫ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. ഈ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ സീസൺ ഓഫ് റിട്രീറ്റിംഗ് മൺസൂൺ. റിട്രീറ്റിംഗ് മൺസൂണുമായി ബന്ധപ്പെട്ടിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ്സ് കൺസിഡർ ചെയ്യുക. ദ ലോ പ്രഷർ ട്രഫ് ഇൻ ദ ഗംഗ പ്ലെയിൻ സ്റ്റാർട്ട് മൂവിങ് സൗത്ത്വേർഡ് ഡ്യൂറിംഗ് ദ സീസൺ. അതായത് ഗംഗ റീജിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കണം? നോർത്തേൺ സൈഡിലുള്ള ലോ പ്രഷർ റീജിയൻ സ്റ്റാർട്ടഡ് ടു മൂവ് സൗത്ത്വേർഡ് ഡ്യൂറിംഗ് ദ സീസൺ. സൗത്ത് വേർഡ് ആണോ നോർത്ത് വേർഡ് ആണോ? നോർത്ത് വേർഡ് പോകേണ്ട കാര്യമുണ്ടോ? നോർത്ത് വേർഡ് എന്തിനാ പോകണ്ടേ? കാരണം സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ താഴേക്ക് വരുമ്പോഴാണ് റിട്രീറ്റിംഗ് മൺസൂൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഡ്യൂറിംഗ് ദ സീസൺ ദ സൈക്ലോണിക് ആക്ടിവിറ്റി ഇൻ ദ ബേ ഓഫ് ബംഗാൾ ഡിക്രീസസ് ഡ്രാസ്റ്റിക്കലി. ആണോ? ഇപ്പൊ എന്താ പീരീഡ്? റിട്രീറ്റിംഗ് മൺസൂണിന്റെ പീരീഡ് ആണ്. എന്താ ഇപ്പോഴുള്ള പീരീഡ്? റിട്രീറ്റിംഗ് മൺസൂണുള്ള പീരീഡ്. ആ സമയത്ത് എന്ത് വന്നു? ബേ ഓഫ് ബംഗാളില് മോന്ത എന്ന് പറയുന്ന ഒരു സൈക്ലോൺ വന്നു. അങ്ങനെയാണെങ്കിൽ ബേ ഓഫ് ബംഗാളിലെ റിട്രീറ്റിംഗ് മൺസൂണിന്റെ ടൈമില് ബേ ഓഫ് ബംഗാളില് സൈക്ലോണിക് ആക്ടിവിറ്റി കുറയുകയാണോ? ഡ്രാസ്റ്റിക്കലി ഡിക്രീസ് ചെയ്യുന്ന പറയുന്നേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എനിക്ക് ജോഗ്രഫി അറിയാൻ പാടില്ലെങ്കിലും പത്രത്തിൽ നിന്ന് ഞാൻ വായിച്ച അറിവ് വെച്ചിട്ട് ഞാൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് എടുത്തു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡിസ്കഷനിൽ എനിക്ക് ആൻസർ കിട്ടി. എന്താണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി മാത്രമേ കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്കൊന്ന് പോവാം. ദ കോമ്പിനേഷൻ ഓഫ് ക്ലിയർ സ്കൈസ്, ഹൈ ടെമ്പറേച്ചർ ആൻഡ് മോയിസ്റ്റ് ലാൻഡ് ബ്രിങ്സ് ദ ഒക്ടോബർ ഹീറ്റ്. ഓക്കെ, സോ കോമ്പിനേഷൻ ഓഫ് ക്ലിയർ സ്കൈസ്. ഈ ഒക്ടോബർ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒക്ടോബർ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നമ്മളുടെ ഈ സൈക്ലോൺ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്താണ്? ട്രോപ്പിക്കൽ സൈക്ലോൺ ഫോം ചെയ്യാനായിട്ട് ഒരു ക്ലിയർ സ്കൈ വേണം. പിന്നെ എന്ത് വേണം? നമ്മളുടെ 27 ഡിഗ്രി ടെമ്പറേച്ചർ വേണം. വിൻഡ് ഷിയറിംഗ് കുറവായിരിക്കണം. 27 ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ വന്നില്ലേ? ഹൈ ടെമ്പറേച്ചർ വന്നു. ദെൻ എന്താണ്? മോയിസ്റ്റ് ലാൻഡ് ബ്രിങ്സ്, അതായത് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനീഷ്യൽ ഡിസ്റ്റർബൻസ് വേണം. ദെൻ അപ്പർ ലെവൽ ഡൈവേർജൻസ്. സോ ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദ്യം മാറി. ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണും. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒരു ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മളുടെ റിട്രീറ്റിംഗ് മൺസൂണുമായിട്ട് നമ്മളുടെ സൈക്ലോണുകൾ കണക്ട് ചെയ്തിരിക്കുകയാണ് ഞാനിവിടെ. ഓക്കെ, സോ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക, റിട്രീറ്റിംഗ് മൺസൂണിന്റെ കാലഘട്ടങ്ങളിലാണ് സൈക്ലോണുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒക്ടോബർ മാസത്തിൽ എന്ത് വന്നത്? ഒക്ടോബർ മാസത്തിൽ സൈക്ലോൺ വന്നത്. നവംബറിൽ വരും, ഡിസംബറിൽ വരും, ജാനുവരിയിൽ വരും. പക്ഷേ ജൂണിൽ വരാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഇനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത്, വരാനായിട്ടുള്ള സാധ്യത കുറവാണ്. ജൂണിൽ വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം, വിൻഡ് ഷിയറിംഗ് കുറവായിരിക്കണം, കൊറിയോളിസിസ് ഫോഴ്സ് ഉണ്ടാകണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ കൊറിയോളിസിസ് ഫോഴ്സ് എല്ലായ്പ്പോഴും ഉണ്ടാകും, പക്ഷേ വിൻഡ് ഷിയറിംഗ് കുറവായിരിക്കണം. ദെൻ എന്താണ്? ടെമ്പറേച്ചർ 27 ഡിഗ്രിയുടെ അടുത്ത് വേണം, ക്ലിയർ സ്കൈ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂണിലും സൈക്ലോൺസ് വരാം. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ക്യാൻ ഒറിജിനേറ്റ് ഇൻ ബോത്ത് ലാൻഡ് ആൻഡ് സീ. കടലിലും കരയിലും ഒരുപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സൈക്ലോണുകളാണ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ഓർ സിംപ്ലി ടെമ്പറേറ്റ് സൈക്ലോൺസ്. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്റെ ബേസിക്കുകൾ വെച്ചിട്ട് ക്ലിയർ ആക്കി.
ജോഗ്രഫിയുടെ ബേസിക്കുകൾ പഠിച്ചതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് യൂഷ്വലി മൂവ് ഇൻ ദ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. ഇത് ഇയാൾ പറഞ്ഞു തന്നില്ലല്ലോ. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണോ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണോ പോകുന്നതെന്ന് ഇയാള് ഇതുവരെയായിട്ടും കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷനിൽ പറഞ്ഞില്ല. അപ്പോ നമുക്ക് ആ ഒരു ഡിസ്കഷൻ ഒന്ന് മാറ്റിവെക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് മാറ്റിവെക്കാം. എനിക്ക് അറിയാൻ പാടില്ല ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണോ. പിന്നെ എന്താണ് നമ്മളുടെ സൈക്ലോൺസിന്റെ ഡയറക്ഷൻ നോക്കിയിരിക്കലല്ലേ എന്റെ പണിയെന്ന് ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ എക്സാം ഹോളിൽ നിന്ന് ചിന്തിക്കരുത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കരുത്, എന്നാൽ ഉത്തരത്തിലേക്ക് എത്താനായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നീക്കി വെക്കുക. ദ പാറ്റേൺ ഓഫ് ദ വിൻഡ് ഡയറക്ഷൻ ഇൻ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈക്ലോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ലോ പ്രഷർ സറൗണ്ടിങ് ഹൈ പ്രഷർ. ഈ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, സറൗണ്ടിങ് ഹൈ പ്രഷർ ആകുമ്പോൾ, അത് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ആയാലും ട്രോപ്പിക്കൽ സൈക്ലോൺ ആയാലും നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു സൈക്ലോൺ ഉണ്ടോ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഏത് ഡയറക്ഷനിലായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ബേസിക്സ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ഞാൻ എന്ത് വെച്ച് കറക്റ്റ് ആക്കി? ബേസിക് വെച്ചിട്ട് കറക്റ്റ് ആക്കി. ഓക്കെ, സോ ഒന്നില്ലെങ്കിൽ ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഓക്കെ, എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ, അതിന്റെ ഡയറക്ഷൻ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ എക്സാം ഹോളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. അങ്ങനെ പേടിക്കാമോ? അങ്ങനെ പേടിക്കരുത്. ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുമ്പോൾ എവിടെയാ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മളുടെ ടെമ്പറേറ്റ് റീജിയൻ, ഫ്രണ്ടൽ ഒറിജിൻ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഫ്രണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളുടെ ഫ്രണ്ടൽ ഒറിജിൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഫ്രണ്ടൽ അല്ലെങ്കിൽ ഈ ഫ്രണ്ടൽ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ഒന്നും എടുത്തിട്ടില്ല, ക്ലാസ്സിൽ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോവുള്ളൂ. ഓക്കെ, സോ ഫ്രണ്ടൽ ഒറിജിൻ മേജർലി എവിടെയാണ്? നമ്മളുടെ മുകളിൽ ഓസ്ട്രേലിയ റീജിയൻ, ഓസ്ട്രേലിയ അല്ല USA റീജിയൻ. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ച പിന്നെ വായിൽ മൊത്തം ഓസ്ട്രേലിയയാണ്. നമ്മളുടെ USA റീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ വരുന്നത്. അവിടെ എന്താ പ്രത്യേകത? നിങ്ങൾ വിൻഡുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ട്രേഡ് വിൻഡുകളെ കുറിച്ച് പഠിച്ചു. ദെൻ എന്താണ്, വെസ്റ്റർലീസിനെ കുറിച്ച് പഠിച്ചു, ഈസ്റ്റർലീസിനെ കുറിച്ച് പഠിച്ചു. സോ ഈ ടെമ്പറേറ്റ് സൈക്ലോണുകൾ ഉണ്ടാകുന്നത് എവിടെയാണ്? മേജർലി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അതായത് ലോവസ്റ്റ് ഇക്വറ്റോറിയൽ ബെൽറ്റ് ഉണ്ട്, അതിന് മുകളിൽ എന്ത് ബെൽറ്റ് ഉണ്ട്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. അതിന് മുകളിൽ എന്ത് ബെൽറ്റ് ഉണ്ട്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. സോ ഹൈ പ്രഷറിൽ ബെൽറ്റിൽ നിന്ന് ലോ പ്രഷർ ബെൽറ്റിലേക്ക്, അതായത് പേര് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ഒരു പ്ലാനറ്ററി വിൻഡ് പോകുന്നുണ്ട്. പ്ലാനറ്ററി വിൻഡ് എന്ന് പറഞ്ഞാൽ ജിയോ സ്റ്റേഷനറി വിൻഡ്. ഏത് കാലഘട്ടങ്ങളിലും നമ്മളുടെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ട്രേഡ് വിൻഡുകൾ പോലെ പോകുന്ന വിൻഡുകളെയാണ് പ്ലാനറ്ററി വിൻഡ്. വിൻഡുകൾ പോകുന്നുണ്ട്. ആ വിൻഡിന്റെ പേരെന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ഒരു വിൻഡ് പോകുന്നുണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ആ വിൻഡിന് ഒരു പേരുണ്ട്, വെസ്റ്റർലീസ് എന്നാണ് ആ വിൻഡിന്റെ പേര്. എന്താണ്? വെസ്റ്റർലീസ് എന്നാണ് ആ വിൻഡിന്റെ പേര്. വിൻഡുകൾക്ക് പേരിടുന്നത് എങ്ങനെയാണ്? വെസ്റ്റർലീസ് എന്ന് പറഞ്ഞ ഒരു പേരിട്ട് എന്താണ്? നിങ്ങളുടെ മക്കൾക്ക് പേരിടുന്നത് പോലെ മാത്യുവിന്റെ മായും പിന്നെ എന്താണ് പോളിന്റെ പിയും ഇട്ടിട്ട് എന്റെ മകൻ എന്തിടും? മബ എന്ന് പേരിടുന്നത് പോലെ നമ്മളുടെ ഈ വിൻഡുകൾക്ക് പേരിടുന്നത് അതിന്റെ ഒറിജിനൽ നിന്ന് വെച്ചിട്ടാണ്. അതായത് വെസ്റ്റർലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വിൻഡ് വെസ്റ്റിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് ഈസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന വിൻഡാണ്. എന്താണ്? വെസ്റ്റിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് ഈസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന വിൻഡ് ആയതുകൊണ്ടാണ് അതിനെ വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഫോം ചെയ്യുന്ന സ്ഥലത്ത് വെസ്റ്റർലീസ് ഉണ്ടാകുമ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ് പറയാണ് ഞങ്ങള് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകാം. നടക്കുവോ? ഇല്ല. കാരണം എന്താണ്? നമ്മളുടെ സൈക്ലോൺസിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ജിയോ സ്റ്റേഷനറി വിൻഡുകളാണ് എവിടെ ഇരിക്കുന്നത്? നമ്മളുടെ
ഈ ടെമ്പറേറ്റ് റീജിയനുകളിൽ ഇരിക്കുന്നത്. സോ അവിടെ വെസ്റ്റർലീസ് ഉണ്ട് എന്നൊരു കാര്യമാണ് നിങ്ങൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ മനസ്സിലാക്കേണ്ടത്. സോ ഇറ്റ്സ് എ ബെസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിടുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു റോസാപ്പ് കൊടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്, ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻ. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ യൂഷ്വലി മൂവ് ഇൻ ദ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ, അല്ല വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷൻ. കാരണം എന്താണ്? അവിടെ വെസ്റ്റർലീസ് ഉണ്ട്. സോ ആ ഒരു ചോദ്യം കറക്റ്റ് ആക്കണം. UPSC ലെവലിലുള്ള ഒരു ചോദ്യമാണ്, ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ചോദ്യമാണ്. പലരും തെറ്റിക്കും. പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈസ്റ്റ് ടു വെസ്റ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ വെസ്റ്റർലീസ് എന്താണെന്ന് നമ്മുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, 7ാം ക്ലാസ്സിലെയോ 8ാം ക്ലാസ്സിലെയോ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇല്ലെങ്കിൽ 11ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ UPSC ഡിസ്കഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ വെസ്റ്റർലീസ് ആയിട്ട് നമുക്ക് എന്തിനെ കണക്ട് ചെയ്യാൻ പറ്റണം? നമ്മളുടെ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ക്ലാസ്സുകളിൽ ഇത് നേരിട്ട് പഠിച്ചവരാണെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാം, ഇല്ലാത്തവർ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇതാണ് നമ്മളുടെ സൈക്ലോണിന്റെ ഡിസ്കഷൻ. സമയം അതിക്രമിക്കുകയാണ്. സെക്കൻഡ് ഡിസ്കഷൻ. ഓക്കെ, സെക്കൻഡ് എന്താണ്? നമ്മളുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രോസസ്സ് 12 സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കാനായിട്ട് പോവുകയാണ്. കേരളം, തമിഴ്നാടു തുടങ്ങിയ 12 സംസ്ഥാനങ്ങളിലേക്ക് കൂടിയിട്ട് വ്യാപിപ്പിക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെ നമ്മളൊന്ന് ബ്രീഫ് ആയിട്ട് നോക്കുന്നു. നമ്മൾ നോക്കിയിട്ടുണ്ട് ബീഹാറിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വന്നപ്പോൾ, അതിന്റെ വാർത്തയാണ് ഈ കിടക്കുന്നത്. ഞാൻ അന്നത്തെ സ്ലൈഡ് അങ്ങനെ തന്നെ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഇന്നത്തെ വാർത്ത അതിൽ ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. ഓക്കെ, സോ എന്താണ് ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടർ പട്ടിക എന്താണ് തീവ്രമായിട്ട് തിരുത്തുന്ന പ്രക്രിയയാണ്. അങ്ങനെ തിരുത്താനായിട്ട് ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? അങ്ങനെ തിരുത്താനായിട്ട് അധികാരമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷന്റെ അധികാരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. ആർട്ടിക്കിൾ 324 പ്രകാരം ഇലക്ഷൻ കമ്മീഷന് പല അധികാരങ്ങളും ആര് കൊടുത്തിട്ടുണ്ട്? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 324. സോ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 324. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 326 എന്താണ്? സോ ഇലക്ഷന് 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ പാടില്ല. അതായത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് നമ്മളുടെ ആർട്ടിക്കിൾ 326. സോ രാജീവ് ഗാന്ധിയാണ് നമ്മുടെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. ഓക്കെ, വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത് 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരമാണ് നമ്മളുടെ ഈ ഒരു ചേഞ്ച് സംഭവിച്ചത്. ഓക്കെ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെ കുറിച്ച് പറയുന്നത് നമ്മളുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950, 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമാണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ സെക്ഷൻ 21 പ്രകാരം. അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷൻ 21 നമ്മൾ എങ്ങനെ എത്തി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 16 പറയുന്നത് നോൺ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. നോൺ സിറ്റിസൺസിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 16. ഓക്കെ, നിങ്ങളൊരു സിറ്റിസൺ ആയിരിക്കണം, നിങ്ങളൊരു സിറ്റിസൺ ആയിരിക്കണം, നിങ്ങളൊരു ഓർഡിനറി റെസിഡന്റ് ആയിരിക്കണം. ഓക്കെ, ദെൻ സിറ്റിസൺ മാത്രമായ പോരാ, പകരം എന്തും കൂടി ആവണം, നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ആ ഒരു 18 വയസ്സിന്റെ ക്രൈറ്റീരിയ പറയുന്നതാണ് സെക്ഷൻ 19. നിങ്ങൾ 19 വയസ്സ് പൂർത്തിയായിരിക്കണം, നിങ്ങളൊരു ഓർഡിനറി റെസിഡന്റ് ആയിരിക്കണം നിങ്ങളുടെ ഇലക്ടറൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഓക്കെ, അങ്ങനെ വന്നപ്പോ എല്ലാവർക്കും ഒരു സംശയം വന്നു, എന്താണ് ഈ ഓർഡിനറി റെസിഡന്റ്? ഈ ഓർഡിനറി റെസിഡന്റിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് സെക്ഷൻ 20. ഓക്കെ, സെക്ഷൻ 16 എന്താണ്? സെക്ഷൻ 16 പറയുന്നത് നമ്മളുടെ നോൺ സിറ്റിസൺസ് ആയിട്ടുള്ളവർ വോട്ട് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 16 പറയുന്നത്. സെക്ഷൻ 17, 18, ദെൻ സെക്ഷൻ 19 എന്താ പറയുന്നത്? 17ഉം 18ഉം വിട്ട് കഴിഞ്ഞാൽ സെക്ഷൻ 19 എന്താ പറയുന്നത്? സെക്ഷൻ 19 പറയുന്നത് നിങ്ങൾ 18 വയസ്സ് പൂർത്തിയായ സിറ്റിസൺസിന് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
എന്നാൽ നിങ്ങൾ ഓർഡിനറി റെസിഡൻസ് കൂടിയായിരിക്കണം, ഓർഡിനറി റെസിഡന്റ് കൂടിയായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഏത് സെക്ഷനാ പറയുന്നത്? സെക്ഷൻ 19 പറയുന്നു. അങ്ങനെ വന്നപ്പോ ആളുകൾക്ക് ഒരു സംശയം വന്നു, എന്താണ് ഈ ഓർഡിനറി റെസിഡന്റ്? സുരേഷ് ഗോപി തൃശ്ശൂർ വന്ന് മത്സരിച്ചു, അവിടെ വോട്ട് ചെയ്തു. അദ്ദേഹം വേറെ ഏതോ മണ്ഡലത്തിലെ ആളാണ്, സ്ഥിരതാമസക്കാരനാണ്. എന്നാൽ ഇവിടെ വീടുണ്ട് അദ്ദേഹത്തിന്. സോ ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്വെല്ലിംഗ് ഹൗസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്വെല്ലിംഗ് ഹൗസ് ഉണ്ടായിരിക്കണം. ഡ്വെല്ലിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീട് ഉണ്ടാകണോ? ഇല്ല. സ്വന്തമായിട്ട് വീട് ഉണ്ടാവുമെങ്കിൽ ഇന്ത്യയിൽ എത്ര പേര് ഇലക്ഷൻ കമ്മീഷനിൽ അല്ലെങ്കിൽ ഇലക്ടറൽ റോളിൽ നിന്ന് പുറത്തു പോകും? ഒരുപാട് പേര് പുറത്തു പോയാനെ. സോ സ്വന്തമായിട്ട് വീടുള്ള ഒരു കൺസെപ്റ്റ് അല്ല ഡ്വെല്ലിംഗ് ഹൗസ്. നിങ്ങൾക്ക് അവിടെ സ്ഥിരതാമസത്തിനുള്ള ഒരു വീട് ഉണ്ടായിരിക്കണം. ഒരു വാടക വീടാകാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു വീടാകാം. എന്നാൽ അതുമാത്രം പോരാ. ഡ്വെല്ലിംഗ് ഹൗസ് ഈസ് നോട്ട് എന്താണ്, ഡ്വെല്ലിംഗ് ഹൗസ് മാത്രമല്ല നമ്മളുടെ ഈ ഒരു ഇലക്ടറൽ റോളിൽ പേര് ചേരാനായിട്ടുള്ള അവകാശം. നിങ്ങൾക്ക് അവിടെ ഒരു ഡ്വെല്ലിംഗ് ഹൗസ് ഇല്ല എങ്കിലും നിങ്ങൾക്ക് അവിടെ ഉണ്ടാകാം, നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് ഒക്കെ അവിടെയാണെങ്കിൽ. സോ ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നതാണ് സെക്ഷൻ 20. സെക്ഷൻ 21 ആണ് നമ്മളുടെ ഇലക്ഷൻ കമ്മീഷനെ, ഇലക്ഷൻ കമ്മീഷനെ എന്ത് ചെയ്യുന്നത്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഇലക്ട്രൽ റോൾസ് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലീഗൽ അതോറിറ്റി നൽകുന്നത്. എന്ത് നൽകുന്നത്? ലീഗൽ അതോറിറ്റി നൽകുന്നത്. സോ സെക്ഷൻ 21 പ്രകാരമാണ് നമ്മളുടെ ഇലക്ഷൻ റോളുകൾ അല്ലെങ്കിൽ ഇലക്ട്രൽ റോളുകൾ തിരുത്തുന്നത്. സോ SIRന്റെ അതോറിറ്റി എവിടെ നിന്നാണ്? SIRന്റെ അതോറിറ്റി നമ്മളുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 എന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ബാക്കി എല്ലാം ഡിസ്കഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ജൂലൈ 9 ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നു. ജൂലൈ 9 ജൂലൈ 10 ഡിസ്കഷൻ ആണ് എന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവര് ആ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എടുത്ത് നോക്കുക. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്താണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് എടുത്ത് നോക്കുക. നമുക്ക് മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. മൂന്നാമത്തെ ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ബിഗ് ടെക് ഫേംസിന്റെ അഡ്വർടൈസ്മെന്റ് മിസ്ലീഡിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താ പറയുന്നത്? ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. 1954 പുറപ്പെടുവിച്ച, അതായത് നിങ്ങളൊരു മെഡിക്കൽ പ്രാക്ടീഷണർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു മരുന്ന് കച്ചവടക്കാരനാണെങ്കിൽ, നിങ്ങളുടെ മരുന്ന് ഒരു രോഗം ഭേദമാക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡയബറ്റിക്സിന്റെ ഒരു മരുന്ന് കണ്ടുപിടിച്ചു. നിങ്ങൾ അത് ഡയബറ്റിക്സിന്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗം മാറിയേക്കാം. പക്ഷേ നിങ്ങൾക്ക് മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ വിളിച്ചുകൊണ്ടിട്ട് ഡയബറ്റിക്സ് മാറാനായിട്ട് സന്തോഷ് ബ്രഹ്മി കഴിക്കൂ, അല്ലെങ്കിൽ ഡയബറ്റിക്സ് മാറാനായിട്ട് എന്ത് കഴിക്കൂ, എന്റെ മാത്യൂസ് ടാബ്ലറ്റ് കഴിക്കൂ എന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ആ അഡ്വർടൈസ്മെന്റിനെ ലിമിറ്റ് ചെയ്യുന്ന ആക്ട് ആണ് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട്. എന്താണ് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട്? ഒബ്ജക്ഷനബിൾ അഡ്വർടൈസ്മെന്റ്. ഓക്കെ, ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് 1954. ഇത് പ്രകാരം നിങ്ങൾ ഡയബറ്റിക്സിനെ ക്യൂർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റില്ല. ഫീവർ, സോ ഒരുപാട് ലിസ്റ്റുകൾ, അതായത് നിങ്ങൾ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഡിഫറെന്റ് ചാർട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ മരുന്നുകൾ അല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾക്ക് നിങ്ങൾക്ക് ഭേദമാകും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരുപാട്, അതിൽ ഫീവർ പെടും. നിങ്ങൾക്ക് പനിക്ക് മരുന്ന് കൊടുക്കാൻ ഡോളോ കമ്പനിക്കാര് നമ്മളുടെ അമിതാഭ് ബച്ചനെ വിളിച്ചിട്ട് പനി വന്നാൽ കഴിക്കൂ ഞങ്ങളുടെ ഡോളോ ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം കൊടുക്കാനായിട്ട് പാടില്ല. അത് നിങ്ങൾക്ക് വിൽക്കാം. മെഡിക്കൽ പ്രാക്ടീഷണർ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ആളുകളുടെ കയ്യിലെത്തിയാൽ മതി, അല്ലാണ്ട് അഡ്വർടൈസ്മെന്റിലൂടെ ചെയ്യേണ്ട. ഓക്കെ, അതാണ് ഈ ആക്ട് പറയുന്നത്. എന്നാൽ ടെക് റെവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോ, സോഷ്യൽ മീഡിയാസ് റെവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഇന്ത്യയിൽ അൺറെഗുലേറ്റഡ് ആയിട്ട് ഈ അഡ്വർടൈസ്മെന്റുകൾ വന്നു തുടങ്ങി. സോ ഇവിടെ ഇപ്പൊ ഡയബറ്റിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തായിരുന്നു. എന്ത് ചെയ്തു? ആയുർവേദ മെഡിസിൻ ഫോർ ഡയബറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്
ഞാനൊന്ന് ഗൂഗിൾ ചെയ്തു. അപ്പോ എനിക്ക് ആദ്യം വന്ന ഒരു റിസൾട്ടാണ് കേരള ആയുർവേദ ഗ്ലൈമിൻ ഡയബറ്റിക് ഡ്രിങ്ക്. എന്താണ് ഗ്ലൈമിൻ ഡയബറ്റിക് ഡ്രിങ്ക് എന്നുള്ളത്? കേരള ആയുർവേദ ഡയബറ്റിക്, ഇത് ഒരു ഡ്രിങ്ക് ആണ്. സോ ആക്ച്വലി ഇതൊരു മരുന്നാണ്, ആയുർവേദ കമ്പനിക്കാരുടെ ഒരു മരുന്നാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? മരുന്നാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് 54 പ്രകാരം, 1954 പ്രകാരം ഇവരെ പിടിച്ചകത്തിടും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? കേരള ആയുർവേദിക് ഗ്ലൈമിൻ ഡയബറ്റിക് ഡ്രിങ്ക് എന്ന പേരിൽ ഇവര് ഈ ഒരു മരുന്ന് പുറപ്പെടുവിച്ചു. ഓക്കെ, സോ എന്താണ് ഡ്രിങ്ക് എന്ന് പറഞ്ഞ് പേര് മാറ്റി ഇവർ ഈ സാധനം അവിടെ. ഞാൻ നമ്മുടെ പതഞ്ജലിയുടെ ആയുർവേദിക് മെഡിസിൻ ഫോർ ഡയബറ്റിക്സ്, ഇതും ഞാൻ റെഫറൻസ് എടുത്തിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ കയറിയിട്ട് പതഞ്ജലിയുടെ ഒരു ആയുർവേദിക് മെഡിസിൻ ഫോർ ഡയബറ്റിക്സ് അവരങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ? അവര് അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഡയബറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ആയുർവേദിക് മരുന്ന് എന്ന് പറഞ്ഞിട്ട് എത്രയോ രൂപ കൊടുത്തിട്ട് പതഞ്ജലിയിൽ നിന്ന് നമുക്ക് മരുന്ന് വാങ്ങാം. സോ ഇത് 1954 മാജിക്കൽ റെമഡീസ് ആക്ട് പ്രകാരം, ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട് പ്രകാരം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എന്താണ് ഒഫൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പതഞ്ജലി ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മളുടെ കേരളയുടെ ആയുർവേദിക് സാധനം ചെയ്തിരിക്കുന്നത് ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞിറക്കി, മാനിപ്പുലേറ്റ് ചെയ്തു അവര്. അപ്പോൾ അത് ലീഗലി ബൈൻഡ് ആയി. എന്താണ്? നിയമത്തിന്റെ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ അവർ അഡ്വർടൈസ്മെന്റ് ചെയ്തു. ഓക്കെ, സോ അതിന്റെ ഒരു ഡിസ്കഷൻ ആണ് ഈ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ടിന്റെ ഒരു ഡിസ്കഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തില്, ഡിജിറ്റൽ മീഡിയയില് ഇതിനെ എങ്ങനെ തടയണം? ബിഗ് ടെക് കമ്പനീസ് വരുന്നുണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അവര് ഇപ്പോ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, എന്തുകൊണ്ട് ഇവരെ അത് പാലിക്കുന്നില്ല? പാലിക്കില്ലാത്തതിന്റെ ഒന്നാമത്തെ കാരണം എൻഫോഴ്സ്മെന്റുകൾ കുറവാണ്. ദെൻ അവരുടെ ഒരു ഹിസ്റ്റോറിക്കൽ റേസിസം ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ഇന്റർമീഡിയറി ക്ലെയിംസ്, അതായത് എന്താണ്, ഇവരെ പെട്ടെന്ന് സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ഇവർ ഇന്റർമീഡിയറി ആണോ, അല്ലെങ്കിൽ ഇവർ ഒറിജിനലി പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവരെ സ്യൂ ചെയ്യാനായിട്ടുള്ള നിയമ പരിരക്ഷ അല്ലെങ്കിൽ നിയമത്തിന്റെ ലൂപ്പ് ഹോളുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത്. ദെൻ കോർപ്പറേറ്റ് ഷീൽഡും ഇവർക്കുണ്ട്. സോ ഇതെല്ലാമാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവര് നിയമത്തിന് അധീനനായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതീതമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി വെച്ചേക്കുക, അല്ലെങ്കിൽ ബ്രീഫ് ആയിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇന്ത്യ EU കാർബൺ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് നടക്കുന്നുണ്ട്? പല ഡിസ്കഷനുകളും നടക്കുന്നുണ്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടിട്ട്. ദെൻ സ്ട്രാറ്റജിക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടിട്ട്, ദെൻ ഡിഫൻസ് പാർട്ണർഷിപ്പുകളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഡിഫറെന്റ് ഡിസ്കഷനുകൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി ചർച്ചയിലുള്ള ഒരു വിഷയമായിരുന്നു കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. എന്താണ് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, അത് യൂറോപ്യൻ യൂണിയന്റെ ഒരു എൻവിറോൺമെന്റൽ റിഫോം ആണ്, അല്ലെങ്കിൽ ഒരു എൻവിറോൺമെന്റൽ ടാക്സ് ആണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. എന്താ അവിടെ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ നിന്നൊരു പ്രൊഡ്യൂസർ, മാത്യു എന്ന് പറയുന്ന പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു? കുറച്ച് ഫാക്ടറി ഉൽപ്പന്നങ്ങൾ, ഫോർ എക്സാമ്പിൾ ഗാർമെന്റ്സുകൾ, ഡ്രസ്സസുകൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റി അയക്കുകയാണ്. ഈ ഡ്രസ്സുകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഫാക്ടറിയിൽ നിന്ന് ഒരുപാട് കാർബണുകൾ എമിറ്റ് ചെയ്തിട്ടുണ്ടാകുമല്ലോ. ഡെഫിനറ്റ്ലി കാർബണുകൾ എമിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ കാർബണുകൾ ഇന്ത്യയിൽ ടാക്സ് ചെയ്തിട്ടുണ്ടോ? അതായത് ഇന്ത്യയിൽ ഈ കാർബണുകൾ അലൗ ചെയ്ത ലിമിറ്റിലാണോ ഉള്ളത്? അല്ല. ഈ കമ്പനി പുറപ്പെടുവിച്ച കാർബണുകൾ ഇന്ത്യയിൽ അവർ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടോ? പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണ്ട? ഇവര് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പ്രകാരം അവർ ടാക്സ് കൊടുക്കണ്ട. ഇല്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇവിടെ പറയുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അറൌണ്ട് ഒരു ടണ്ണിന് 80 യൂറോ ഒക്കെയാണ്. ഓക്കെ, സോ ഇന്ത്യയിൽ കാർബൺ ടാക്സ് ആയിട്ട്,
അതായത് ഒരു ടൺ എന്റെ ഫാക്ടറിയിൽ ഒരു ടൺ വസ്ത്രം ഉൽപ്പാദിപ്പിക്കാൻ എനിക്ക് എൻവിറോൺമെന്റിലേക്ക് പുറപ്പെടുവിച്ച കാർബണിന്റെ അളവ് ചിലപ്പോ കൂടുതലായിരിക്കാം. അപ്പോ ഏകദേശം ഒരു $100 കാർബൺ എമിഷൻ ഞാൻ നടത്തിയിരിക്കാം, അല്ലെങ്കിൽ $100 സമാനമായിട്ടുള്ള €100 സമാനമായിട്ടുള്ള കാർബൺ എമിഷൻ ഞാൻ നടത്തിയിരിക്കാം. ഓക്കെ, പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഈ കാർബൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഫാക്ടറി $5 മാത്രമേ ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് എങ്ങടേക്ക് ചെല്ലുമ്പോൾ, യൂറോപ്യൻ യൂണിയനിലേക്ക് ചെല്ലുമ്പോൾ, അവര് അവിടുത്തെ എൻവിറോൺമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവിടെ ഒരു ടാക്സ് ഏർപ്പെടുത്തും. ടാക്സ് അല്ല, ഒരു വരുമാനം. സോ അതിനെയാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ബോർഡറിൽ വെച്ചിട്ട് യൂറോപ്യൻ യൂണിയന്റെ ബോർഡറിലേക്ക് ഒരു പ്രൊഡക്റ്റ് കയറി കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? നിങ്ങൾ എമിഷൻ എന്തോരം ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ, സ്വന്തം രാജ്യത്ത് ടാക്സ് കൊടുത്തിട്ടില്ല എങ്കിൽ, സ്വന്തം രാജ്യത്ത് എൻവിറോൺമെന്റൽ കംപ്ലൈൻസസ് നടത്തിയിട്ടില്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള തുക ഇവിടെ കെട്ടിവെച്ചിട്ട് നിങ്ങളുടെ കാർബൺ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ കയറ്റിവിടുകയുള്ളൂ. ഇതിനെയാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നമ്മൾ ഒരു മാസം മുന്നേ വാർത്തയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? ഇന്ത്യയിൽ നമ്മുടെ കാർബൺ ട്രേഡിംഗ് നടത്താനായിട്ട് പോവുകയാണ്, ഇന്ത്യൻ കാർബൺ മാർക്കറ്റിൽ. സോ അന്ന് നമ്മൾ പറഞ്ഞു അതിന്റെ പോസിറ്റീവ്സ് എന്താണ്, അതിന്റെ നെഗറ്റീവ്സ് എന്താണെന്നൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യയിൽ കാർബൺ മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, കാർബൺ ട്രേഡിംഗ് നടത്തി കഴിയുമ്പോൾ ഇന്ത്യൻ കമ്പനീസിന് ഒരു ലിമിറ്റ് വെക്കും. ആ ലിമിറ്റിൽ കൂടുതൽ പുറപ്പെടുവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അവർ ടാക്സ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പണം കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവര് അഡീഷണൽ കാർബൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് എന്ത് വാങ്ങിക്കണം? കാർബൺ ടാപ്പിംഗ് വാങ്ങിക്കേണ്ടി വരും. സോ ഇവിടത്തെ കാർബൺ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ സോ ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിൽ എന്ത് ചെയ്യാം? നമ്മളുടെ പൈസ കുറയാം. ഓക്കെ, നമ്മളുടെ പൈസ കുറയാം. സോ ഒരു ഡബിൾ ബർഡൻ ആയിരിക്കും ആർക്കുണ്ടാവുക? മാത്യു എന്ന് പറയുന്ന ഗാർമെന്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം. സോ ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് വരികയും ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് എക്സാക്ട്ലി ഹാപ്പി ആയിട്ട് പ്രവർത്തിക്കുകയും എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബിൾ ബർഡൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിന്റെ ഒരു ഡിസ്കഷൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ പല പ്രശ്നങ്ങളും ഉണ്ട്. എന്താണ്? യൂറോ ട്രേഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു $80 $85 ഒരു ടൺ കാർബൺ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. എങ്കിൽ ഒരു ടണ്ണിന് ചെലവാകുന്ന തുക അത്രയാണ്. എന്നാൽ ഇന്ത്യയിൽ ഏകദേശം $4 $5 മാത്രമേ വരുന്നുള്ളൂ. അപ്പോ എന്ത് പറ്റും? അവർ ഇന്ത്യയിലും പണം അടയ്ക്കണം, അവിടെയും പോയിട്ട് യൂറോപ്യൻ യൂണിയനിൽ പോയിട്ട് യൂറോപ്യൻ യൂണിയന്റെ ഏതെങ്കിലും ബോർഡറിലേക്ക് കയറുമ്പോഴേക്കും അവിടെയും പണം അടയ്ക്കേണ്ട അവസ്ഥ വരും. സോ ഇതിനെല്ലാമുള്ള ഡിസ്കഷനുകൾ നമ്മൾ കുറെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രൊഡക്ഷൻസിൽ കൂടുതലുള്ള കൺട്രിയാണ്. സോ നമുക്ക് അത്രയും വലിയ റെഗുലേഷനുകൾ വെക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? ഡെവലപ്പിംഗ് കൺട്രിയാണ്. സോ ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിന് ചെറിയ ഇളവുകൾ കൊടുക്കണം. കാരണം എന്താണ്? ഞങ്ങൾ ഫേസ് ഔട്ട് ചെയ്യാം, ഞങ്ങൾ കുറച്ച് നാളുകൾ കൊണ്ട് ഇത് എലിമിനേറ്റ് ചെയ്തോളാം. പക്ഷെ ഉടനെ ഒരു താരിഫ് പോലെ അല്ലെങ്കിൽ ഒരു ഡെലിബറേറ്റ് താരിഫ് പോലെ നിങ്ങൾ ഇവിടെ വെക്കരുത് എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ യൂറോപ്യൻ യൂണിയനോട് പറയുന്നത്. സോ പല ഡിസ്കഷനുകൾക്ക് ശേഷം ഇപ്പോ നമ്മുടെ പീയൂഷ് ഗോയൽ സാറ് എവിടെയുണ്ടായിരുന്നു? ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. സോ ഈ ഡിസ്കഷനുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളുമായിട്ടും പല പ്രതിനിധികളുമായിട്ടൊക്കെ നടക്കുന്നതാണ്. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്, ഇതിന്റെ റിസൾട്ട് എന്താകും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ഡിസ്കഷനിൽ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ.